സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിലേക്ക് പഞ്ചായത്തിനെ നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിന് രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര അഭിവൃദ്ധിക്കായി നെൽകൃഷി വികസനം, തെങ്ങ് കൃഷി പരിപാലനം, പച്ചക്കറി കൃഷി വികസനം, വാഴ ജാതി കൃഷി വികസനം, കിഴങ്ങ് വർഗ കൃഷി വികസനം, ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം, കൊക്കോ തൈ വിതരണം, ആഫ്രിക്കൻ ഒച്ച് നിയന്ത്രണം എന്നീ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷി വികസനത്തിൽ കൂലിച്ചെലവിനായി 4 ലക്ഷം രൂപയും, തെങ്ങ് കൃഷി പരിപാലനത്തിന്റെ ഭാഗമായി കീടരോഗ നിയന്ത്രണത്തിനായി 15 ലക്ഷം രൂപയും, പച്ചക്കറി തൈ വിതരണത്തിന് 3 ലക്ഷം രൂപയും, പുരയിട കൃഷിക്കായി 9 ലക്ഷം രൂപയും, കൊക്കോ തൈ വിതരണത്തിലും ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണത്തിനുമായി 4,80,000 രൂപയും ഈ വർഷത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 52 ലക്ഷം രൂപയുടെ പ്രൊജക്ടുകൾക്കാണ് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിടുന്നത്. ലൈഫ് ഭവന പദ്ധതി 2020 ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ എല്ലാ ഗുണഭോക്താക്കൾക്കും 2024-25 സാമ്പത്തിക വർഷം തന്നെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു. ബഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി 18 ലക്ഷം രൂപയും, വിവിധ ചിറകളുടെയും കുളങ്ങളുടെയും സംരക്ഷണത്തിനും നവീകരണത്തിനുമായി 35 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ സംരംഭകർക്ക് സ്വയം തൊഴിലിനായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 25 ലക്ഷം രൂപയും, കുടുംബശ്രീ CDS ഓഫീസ് നവീകരണത്തിനായി 6 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 46,27,14,641 രൂപ വരവും 45,75,84,478 രൂപ ചിലവും 51,30,163 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ദീപ ജോയി അവതരിപ്പിച്ചത്. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ബജറ്റിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധങ്ങളായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഈ ബജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഏകദേശം 46,27,14,641 രൂപ വരവും 45,75,80,478 രൂപ ചിലവും 51,30,163 രൂപ നീക്കിവാക്കിയുമുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. നമ്മൾ ക്ഷീരവികസനം, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് 1,80,00,000 രൂപയോളം വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിക്കായി 7,44,00,000 രൂപ ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം മേഖല എന്ന ഒരു കാര്യം വിഭാവനം ചെയ്തിട്ട് മണിപ്പാറ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട 30 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ പാർക്ക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 30 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് വികസനം, മറ്റ് അനുബന്ധ വികസനങ്ങൾ, അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം എന്നിങ്ങനെ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റിനാണ് ഇന്നിവിടെ രൂപം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, രായമംഗലം.